വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനത്തെ ഈ പ്രഭാതത്തിൽ അറിയിക്കട്ടെ. ഇന്നത്തെ തിരുവചന ചിന്തക്കായിട്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19 തിരുവചനം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ വലിയൊരു പ്രാർത്ഥനയാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17, 18, 19 തിരുവചനങ്ങൾ. അവിടെ എഴുതി വച്ചിരിക്കുന്നു, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ദൈവത്തിൽ നിന്നും നമ്മുടെ മേൽ വന്നിരിക്കുന്ന ആ ശക്തിയുടെ വലിപ്പത്തെ അറിയേണ്ടതിന്. ഹല്ലേലൂയ. ദൈവം നമ്മൾക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പോരാടുകയും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു ദൈവമാണ്. നമുക്കറിയാം, പലരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവം ആഗ്രഹിച്ച ദൈവ വിളിക്കകത്തോട്ട് നമ്മൾ കയറുവാൻ കഴിയുന്നില്ല എങ്കിൽ, നമ്മൾ ദൈവം വിളിച്ച വിളിയിലോട്ട് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ് പ്രാർത്ഥന. നമ്മൾ വിളിച്ചിരിക്കുന്നത്, ദൈവം നമ്മൾ അഭിഷേകം ചെയ്തിരിക്കുന്നത് മനുഷ്യനോട് പോരാടാനല്ല, നമ്മൾക്കെതിരെ നമ്മുടെ നന്മകളെ മുടക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ട നന്മയെ തടയുന്ന പൈശാചിക ശക്തികളോട് പോരാടാൻ ദൈവം നമ്മുടെ മേൽ നിറച്ചിരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം. ആളുകളെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഗ്ലോറി ടു ഗ്ലോറി. ഈ വചനം നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ബൈബിൾ എടുത്ത് വെച്ച് ബൈബിൾ നിവർത്തി അതിൻ്റെ 17, 18, 19 വാക്യങ്ങൾ വായിച്ച് നിങ്ങളുടെ വിളിയെ നിങ്ങൾ തിരിച്ചറിയുക. കൂടുതൽ പ്രാർത്ഥനയിലോട്ട് നിങ്ങൾ കയറുക. കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.